നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്. ജീസസ് കിഡ്സ്. ഹായ് കൂട്ടുകാരെ, നന്മകൾ ചാലിച്ച രസക്കൂട്ടുകളുമായി എത്തുന്ന ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. നിഷ്കളങ്കരായ നമ്മുടെ കൂട്ടുകാരുടെ കഥ കാണാൻ പോകാം. കാട്ടിലെ കൂട്ടുകാർ. എനിക്ക് തീരെ നടക്കാൻ പറ്റില്ല. കുറച്ചുകൂടി അല്ലേ ഉള്ളൂ, നമുക്ക് പതുക്കെ അങ്ങോട്ട് നടക്കാന്നേ. എനിക്ക് ഒട്ടും നടക്കാൻ പറ്റുന്നില്ല മോനെ. അമ്മേ, എന്നാലേ കുറച്ചു നേരം ഇവിടെ ഇരുന്ന് വിശ്രമിച്ചിട്ട് നമുക്ക് പോകാം. ഇതിൽ നിന്നും ഒരു ഗുളിക എടുത്ത് കഴിച്ചാലോ? വേണ്ട മോനെ, ഗുളിക നമുക്ക് വീട്ടിലെത്തിയിട്ട് കഴിക്കാം. അമ്മേ, ഗുളിക കഴിച്ചാൽ പനി അല്പം കുറയും കേട്ടോ. അതല്ല മോനെ, ഗുളിക കഴിച്ചാ ക്ഷീണമായിരിക്കും. വീട്ടിലാകുമ്പോ കുറച്ച് കിടക്കാലോ. എന്നാലമ്മേ, ഞാനൊന്ന് താങ്ങി പിടിക്കാം. അമ്മ പതുക്കെ എന്റെ കൂടെ നടക്ക്. ഇങ്ങനെ ഇരുന്നാ ശരിയാവത്തില്ല. അങ്ങനെ പപ്പീസിനെന്ത് പറ്റി? അവൻ എന്തോ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നേ. പറയട്ടെ കൂട്ടുകാരെ, കരയാതെ കാര്യം പറ. എന്റെ അമ്മയ്ക്ക് അസുഖമാ. അമ്മയെ എനിക്ക് വേണ്ട പോലെ പരിചരിക്കാൻ കഴിയുന്നില്ല. അമ്മയ്ക്ക് പനിയും തലവേദനയുമാ. ഡോക്ടറെ കാണിച്ചു, മരുന്നൊക്കെ വാങ്ങി. പക്ഷെ മരുന്ന് വാങ്ങി ഡോക്ടറുടെ ഫീസ് കൊടുത്തും കയ്യിലെ പണം മൊത്തം തീർന്നു. ഞാൻ ആ ഒരു ഡോക്ടറെയാ കാണിച്ചത്. പിന്നെ നിങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം വെച്ചാ മതി. അത് കറക്റ്റാ. അവിടെ കാണിച്ച കഴുത്തർപ്പം ഫീസാ, പോരാത്തതിന് മൊത്തം ഗുളികയും തരും. ശരിയാ, എന്റെ കയ്യിലെ പണം മുഴുവൻ തീർന്നു. ഞാനും അമ്മയും നടന്നാ വീട്ടിലെത്തിയത്. കഷ്ടം. എന്ത് ചെയ്യാനാ, എത്രയാ ഗുളികയും മരുന്നും എഴുതിയിരിക്കുന്നെന്നോ. ഈ കാട്ടിലെ മറ്റൊരു ഡോക്ടർ ഇല്ലാത്തത് കൊണ്ട് കഴുത്തറപ്പം പണമാ അദ്ദേഹം വാങ്ങുന്നത്. ശരിയാ. നമ്മുടെ ഗംഭീര MBBS കഴിഞ്ഞു വന്ന നമ്മൾ രക്ഷപ്പെട്ടു. നേരാ, അടുത്ത മാസം കൊണ്ട് ഗംഭീർ പഠിച്ചിറങ്ങുമെന്നാ കേട്ടത്. ഈ ഗംഭീർ വന്നാ ഇവരുടെ കൊള്ള നിർത്താമായിരുന്നു. അതാണ്. അതെ കൂട്ടുകാരെ, ഇങ്ങനെ പോയാൽ നമ്മുടെ കാടിന്റെ കാര്യം കഷ്ടമാ. എന്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. ഞാനുമുണ്ട് വീട്ടിലേക്ക്. അമ്മയെ കണ്ടിട്ട് ഒരുപാട് കാലമായി. പിന്നെ വിഷമം ഉണ്ടാവില്ലേ? സ്വന്തം അമ്മയെ നേരാവണ്ണം നോക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആർക്കായാലും വിഷമം ഉണ്ടാവും. നമുക്ക് ഇതിൽ നിന്നൊരു മോചനം വേണം. കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇങ്ങനെ പോയാലേ അധികം താമസിയാതെ ഗോരു ഡോക്ടർ എന്ന പേര് മാറ്റി കോടീശ്വരൻ ഗോരു എന്നാക്കേണ്ടി വരും. ഇന്ന് രോഗികളെ ഒന്നും കണ്ടില്ലല്ലോ. അയ്യോ, എന്തിനാ അധികം? ഒന്നോ രണ്ടോ ആള് വന്നാ പോരെ. സമ്പാദിച്ച് ഞാൻ
ഒരു കോടീശ്വരൻ ഡോക്ടറാവും. ദേ, ഇങ്ങനെ രോഗികളെ പിഴുന്നതൊന്നും അത്ര നല്ലതല്ല കേട്ടോ. എടോ, പറഞ്ഞു വേണ്ട. ഇതിന്റെ ഒരു പങ്ക് താനും പറ്റുന്നില്ലേ എന്റെ അസിസ്റ്റന്റ് ആയിട്ട്? അതല്ല ഞാൻ പിന്നെ നേരാമണ്ണം ഒരു മരുന്നിന്റെ പേര് തനിക്ക് അറിയാമോ? അങ്ങനെ ചോദിച്ചപ്പോ എനിക്ക് പിന്നെ അതായത് ഈ മരുന്ന് എന്നൊക്കെ പറയും. വേണ്ട വേണ്ട വേണ്ട, പരുങ്ങണ്ട. ഒരു കാര്യം മനസ്സിലാക്ക്, ഈ കാട്ടിലെ ഏക ഡോക്ടർ ഈ കോരുവാ. ശരിയാ. പിന്നെ പണം ഉണ്ടാക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഡോക്ടർ ദേ വേഗം റെഡിയായിക്കോ, ഒരു ഇര വരുന്നുണ്ട്. സാറേ, ആ. നമ്മുടെ ഗംഭീറിന് ഗംഭീര സ്വീകരണം നൽകണം. അതൊക്കെ നൽകാം. നമുക്ക് ആദ്യം വേണ്ടത് ഗംഭീറിന് ഇരിക്കാനുള്ളൊരു സ്ഥലം കണ്ടെത്തുക എന്നതാണ്. അത് ശരിയാ. ആളുകളെ പരിശോധിക്കാനും മരുന്ന് വെക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലം. നമ്മുടെ ക്ലബിൽ തന്നെ ആക്കിയാലോ? അയ്യോ, അത് വേണ്ട. അവിടെ വായനയും കളിയും എല്ലാം ഇല്ലാതാകും. നമുക്ക് മറ്റെവിടെയെങ്കിലും നോക്കാം. സാറേ, എന്റെ ഒരു ബന്ധുവിന്റെ വീട് ഒഴിഞ്ഞു കിടപ്പുണ്ട്. അവിടെ നമുക്ക് നോക്കിയാലോ? നമുക്ക് പറ്റിയ സ്ഥലമാണെങ്കിൽ അത് മതി. ഏതായാലും ഞാൻ വൈകുന്നേരം ഗംഭീറിനെ ഒന്ന് കാണുന്നു. എന്നാ സാറേ, ശരി സാർ. എങ്കിൽ നമുക്ക് പിന്നെ കാണാം. ഓക്കെ ഓക്കെ, ശരി, പോയി വരും. ഒക്കെ പോയി. എന്തൊക്കെയായിരുന്നു? കോടിപതി, ലക്ഷപ്രഭു. ഇപ്പൊ എന്തായി? കോടിയും ഇല്ല, ലക്ഷവും ഇല്ല. ഭക്ഷണം കഴിച്ചിട്ട് തന്നെ ദിവസങ്ങളായി. ശവത്തിൽ കുത്തരുത്, എനിക്ക് ആകെ പരവേശം വരുന്നു. ഡോക്ടർ സാറേ, ഞാൻ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, വേദന കൊണ്ട് പറഞ്ഞതാ. എന്നെ ഇനി ഡോക്ടർ സാറെന്ന് വിളിക്കരുത്. അതെന്താ വ്യാജനായിരുന്നു ഇത്രയും കാലം? അതല്ലടോ, രോഗികളെ പരിശോധിക്കുന്നവനാണ് ഡോക്ടർ. രോഗിയില്ലാതെ ഞാൻ എങ്ങനെ ഡോക്ടറാകും? ഇതിലെല്ലാം കാരണം ആ ഗംഭീര. ആ. അവനെ എങ്ങനെയെങ്കിലും ഒതുക്കണം. അതെങ്ങനെ? എങ്ങനെയെങ്കിലും എന്ത് വില കൊടുത്തും. ആ ഗംഭീറിന്റെ അടുത്ത് ഇപ്പൊ നല്ല തിരക്കായിരിക്കും. എന്ത് തിരക്കായിട്ടെന്താ? അവരെ ഫീസ് വാങ്ങാതെയല്ലേ നാട്ടുകാർ പരിശോധിച്ച് മരുന്ന് കൊടുക്കുന്നത്? നേരോ? അതേത്? ഓ, നമ്മുടെ കഞ്ഞി പാറ്റയിടാൻ ഓരോരുത്തന്മാര് വന്നോളൂ. എന്റെ അമ്മ. അതാണ് പ്രശ്നം. എന്റെ ഡോക്ടറെ, നല്ല വയറുവേദനയാ. കപിൽ, എന്നെ ഡോക്ടർ എന്നൊന്നും വിളിക്കണ്ട. അതെങ്ങനാ? ഇത്രയും പഠിച്ചു വന്നിട്ട് ഞാൻ പിന്നെ കപിലെ, ഞാൻ നിങ്ങളുടെ പഴയ ഗംഭീർ തന്നെയാണ് ഇപ്പോഴും. ആ ദേ കപിൽ, ഈ മരുന്ന് കഴിക്ക്. 2 ദിവസം കഴിഞ്ഞ് കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരു സ്കാനിങ് നടത്താം. ശരി ഡോക്ടർ. അല്ല ഗംഭീരേ, ഓ എന്റെ കപിലെ, കുറച്ച് ദിവസം ഞാൻ ഫീസ് ഇല്ലാതെ എന്റെ ജോലി ഒന്ന് ചെയ്തോട്ടെ. ദാ, ഇത് പിടിക്ക്. ശരി എന്നാ പോട്ടെ മരുന്ന് ഗംഭീരേ. കഴിക്കാൻ മറക്കരുത്. നെക്സ്റ്റ്. അല്ല, സംഗതി നടക്കുവോ കോറെ? പിന്നില്ലേ, കപിലിന്റെ വീട്ടിൽ കടന്നുകൂടിയ ബാക്കി ഞാൻ നടത്തും. അല്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? പ്രശ്നം നമുക്കല്ല, ആ കപിലിന. വയറുവേദനയുടെ മരുന്ന് മാറ്റി ഞാൻ വയറിളക്കത്തിന്റെ മരുന്ന് കപിലിന്റെ വീട്ടിൽ വെക്കും. മരുന്ന് മാറ്റി കൊടുത്ത ഗംഭീറിനെ ഈ കാട്ടിൽ നിന്നും എല്ലാവരും കൂടി എറിഞ്ഞോടിക്കും. പിന്നെ നമ്മൾ രണ്ടുപേരും കോടീശ്വരൻ. യാ. ലക്ഷപ്രഭു. എങ്ങനെയുണ്ട് കപിലെ വയറുവേദനയൊക്കെ? ഓ, ഗംഭീരന്റെ മരുന്ന് ഒറ്റ പ്രാവശ്യം കുടിച്ചപ്പോ തന്നെ വളരെ മാറ്റമുണ്ടായി. എന്തായാലും ഗംഭീർ ഈ നാടിനൊരു മുതൽക്കൂട്ടാ. ഓരോന്റെ അഹങ്കാരം ഇല്ലാതായല്ലോ. അത് മതി. അതെ അതെ, ആവശ്യമില്ലാത്ത മരുന്നൊക്കെ എഴുതി ആളുകളെ സാമ്പത്തികമായി പിഴിയുന്ന കോരി ഇപ്പം ഒരാള് പോലും ഇല്ലാതെ വെറുതെ ആ പറഞ്ഞത് ശരിയാ. നിങ്ങൾ ഇവിടെ ഇരിക്കി, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുക്കട്ടെ കേട്ടോ. ശരി ശരി. അതെ അതെ. ഈ കപില് വിടില്ലേ? ഉണ്ട് ഉണ്ട്. എന്താ? അല്ല, അസുഖൊക്കെ കുറഞ്ഞൊന്നറിയാൻ വന്നതാ. അസുഖമൊക്കെ കുറവുണ്ട്. അല്ല, നിങ്ങളെന്താ ദേഷ്യത്തില്ലേ ഓ, പറയുന്നത്? ഞങ്ങൾക്ക് അങ്ങനെ ദേഷ്യമൊന്നുമില്ല. ഓ, എന്താ പിന്നെ എനിക്ക് തോന്നിയതായിരിക്കും കേട്ടോ. ആ, ദേ, ഇത് കഴിക്ക്. അപ്പോഴേക്ക് ഞാൻ ചായ ഉണ്ടാക്കാം കേട്ടോ. കൊള്ളാലോ. പിന്നെ. അല്ല, ഇതാര്? ഓവറേട്ടനോ? എപ്പ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. കുറച്ച് നേരായി. അല്ല കപിലെ, വയറുവേദനക്ക് എങ്ങനെയുണ്ട്? ഓ, കുറവുണ്ട് ചേട്ടാ, നന്നായി മാറി. ഇവിടെ ഗംഭീർ വലിയ കേമനാണല്ലേ. ഈ നാടിന്റെ
കഴിക്ക്. അപ്പോഴേക്ക് ഞാൻ ചായ ഇട്ടുകൊണ്ട് വരാം കേട്ടോ. ആയിക്കോട്ടെ. എത്ര നാളായി മര്യാദക്ക് ഫുട്ടടിച്ചിട്ട്. ഇത് ഞാൻ ഒരു പിട്ടത്തം പിട്ടിക്കും. ആ മോട്ടു, ഞാൻ കപിലിനെ ചായ എടുക്കാൻ സഹായിക്കട്ടെ. ചായ എടുക്കാൻ പോവാ. ചെല്ല് ചെല്ല്. എന്നാ ബിലി, ഞാനും വരുന്നു. ശരി ശരി. ഇരിക്കുന്നതിലും ഭേദം അതാ. ഈ ഉപകാരം സൗകര്യത്തിന് ഒറ്റയ്ക്കിരുന്ന് കഴിക്കാമല്ലോ. പോയോ? എന്റെ ഒരു ഭാഗ്യം. മരുന്ന് ഇവരിയ്ക്കുമ്പോ എങ്ങനെ മാറ്റുമെന്ന് അറിയാതിരിക്കുമ്പോഴാ അവരുടെ ഈ പോക്ക്. ഞാനിന്നൊരു കലക്ക് കലക്കൂ. ഇതല്ലല്ലോ. ഇതാവാം. ഇതുമല്ല. കിട്ടി കിട്ടി കിട്ടി. ഇത് തന്നെ ഇത് തന്നെ. ഇപ്പൊ ശരിയാക്കി തരാം. അവന്റെ ഒരു ഗംഭീര മരുന്ന് പ്രയോഗം ശരിയാക്കി തരാം. ഗംഭീരേ, സംഗതി സക്സസ്. ഇനി ഈ പാത്രം കൂടി കാലിയാക്കിയാൽ എല്ലാം വൻ വിജയം. ദേ, എനിക്ക് ആ കോവർ വന്നത് അത്ര ഇഷ്ടായില്ല കേട്ടോ. സാരമില്ലെന്നേ, എന്തോ മാനസാന്തരം സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഈ കാട്ടിലെ മുഴുവൻ പേരെ പറ്റിച്ചതല്ലേ ഇപ്പൊ വന്നിരിക്കുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ, നമുക്ക് അവിടെ പോയിരുന്ന് ചായ കുടിക്കാം. വാ. ഇത് കൊള്ളാലോ. ദേ നോക്കിയേ, ആ പലഹാരവും പഴവും മുഴുവൻ അകത്താക്കിയിട്ട് കിടക്കണ കിടപ്പ് കണ്ടോ? കഴിക്കണ്ടെന്ന് വിശന്നിട്ടായിരിക്കും. ഇങ്ങനെ ഒരു തീറ്റ. കോവരേട്ടാ, ഏയ് കോവരേട്ടാ, ചായ കുടിക്കാമെന്നേ. ചേട്ടൻ നല്ല ഉറക്കത്തിലായിരുന്നു. അയ്യോ, അതെ അതെ അതെ. ചേട്ടാ ചായ കുടിക്ക്. കുടിച്ചോളൂ. ഇതൊക്കെ എവിടേക്കായി കൊള്ളുന്നത്? ശ്ശോ, കുറേ കാലായി ഭക്ഷണം കഴിച്ചിട്ടില്ല. ആക്രാന്തം കണ്ടില്ലേ? എന്താ എന്താ ചേട്ടാ? അയ്യോ അയ്യോ അതെന്താ പറ്റിയത്? എന്തായാലും മനസ്സിലാവൂ. കപിലേ, നമുക്ക് ഗംഭീർ തന്ന വയറുവേദനയുടെ മരുന്ന് കൊടുത്താലോ? ഓ, അത് നേരാ. അയ്യോ, ഈ മരുന്ന് വേണ്ട. ഈ മരുന്ന് ഒട്ടും പറ്റില്ല. എനിക്ക് എനിക്ക് എന്തായാലും കോരി ഡോക്ടർ തരുന്ന മരുന്നിനേക്കാൾ നല്ലതാ. ഇതങ്ങ് കുടിച്ചു നോക്കിക്കോ. ഈ മരുന്ന് എനിക്ക് വേണ്ട. എനിക്ക് ആദ്യം വയറുവേദന കുറയട്ടെ, എന്നിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. ഈ മരുന്ന് കഴിച്ച ശരിയാവത്തില്ല. വായ തുറന്നേ, വായ തുറന്നേ. ഒരു മടി വിചാരിക്കണ്ട. ഇതൊക്കെയാണോ നാണം? ഗംഭീറിന്റെ മരുന്നൊന്നും കൊടുക്കാൻ പാടില്ല. എന്നാലും അവന്റെ മരുന്നിന്റെ ഗുണമൊന്നും അറിയട്ടെ ഇവൻ. അങ്ങനെ കണ്ട കണ്ട. അങ്ങനെ തന്നെ വേണം. മാനം പോയേ. മാനം പോയി? അയ്യോ അയ്യോ. മാനം പോകാനോ? ചിലപ്പോ ഗംഭീറിന്റെ മരുന്ന് കഴിച്ച് അസുഖം മാറിയതിന്റെ വിഷമായിരിക്കും. ശരിയാ. ഓടണ ഓട്ടം കണ്ടില്ലേ? ഒരു തല പോലെ അമ്മ സാറേ,
എന്നോട് ഒന്നും ചോദിക്കരുത്. എല്ലാം എന്റെ തെറ്റാ. ആ ഒന്നും പറയണ്ട, കാര്യമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. സാറേ, ആ കോരുവര് എന്റെ വയറിളക്കം നിർത്താൻ കഴിഞ്ഞില്ല. അതെ അതെ, ഒടുവിൽ നശിപ്പിക്കാൻ ശ്രമിച്ചവൻ തന്നെ രക്ഷിക്കേണ്ടി വന്നു. ആ സത്യമാ സാറേ, ആ ഗംഭീറിനെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി ചെയ്തതാ. പക്ഷെ ഇപ്പൊ ഞാൻ ഓടി 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 മടുത്തു. ബാത്റൂമിലേക്കാണല്ലേ ഓടിയത്? നമ്മൾ ഒരാൾക്ക് ഉപദ്രവം ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷേ അയാൾ നമുക്ക് സഹായത്തിനെത്തുന്നു. ഇതാണ് മക്കളെ ദൈവഹിതം. അതെ, നമ്മളിൽ സഹായത്തിനെത്തുന്നത് ആരാണെന്നോ എങ്ങനെയാണെന്നോ തീരുമാനിക്കുന്നത് ദൈവമാണ്. സാറേ, എന്റെ തെറ്റെനിക്ക് നന്നായിട്ട് മനസ്സിലായി. മാറ്റി തെറ്റ് മനസ്സിലാക്കി അത് തിരുത്തി ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ഉല്ലാസപൂത്തിരിയിൽ നിന്നും ഇനി നമ്മൾ എത്തുന്നത് വചനവുമായി വരുന്ന ടിങ്കുവിന്റെ അടുത്തേക്ക്. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ടിങ്കു, ഇന്ന് സൺഡേ സ്കൂളിലൊക്കെ പോയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ഞങ്ങൾ ഒരുപാട് പഠിച്ചു. പാട്ടൊക്കെ പഠിച്ചോ? ആഹാ, എല്ലാ ആഴ്ചയും സൺഡേ സ്കൂളിൽ പോയാൽ പുതിയ പാട്ടുകളും വാക്യങ്ങളും കഥകളൊക്കെ പഠിക്കാനായിട്ട് സാധിക്കും. ടിങ്കു എല്ലാ ആഴ്ചയും സൺഡേ സ്കൂളിലൊക്കെ പോകാറുണ്ട്. കൂട്ടുകാരെങ്ങനെയാണോ? അതെ അതെ, നല്ല കൂട്ടുകാരാണ്. ഓക്കെ, ടിങ്കു പഠിച്ച പാട്ട് ഞങ്ങൾക്ക് കൂടി ഒന്ന് പാടാമോ? ഓക്കെ, ശരി. 1 2 3 സ്റ്റാർട്ട്. ഞാൻ വിചാരിച്ചു നീ പാടാൻ പോവാന്ന്. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. God is so good. God is so good. God is so good. He's so good to me. ഓഹോ, നല്ല പാട്ടാണല്ലോ. മലയാളത്തിലുണ്ടോ? ഈ പാട്ട് മലയാളത്തിലുണ്ടോ? ഉണ്ട്. മലയാളത്തിൽ കേൾക്കട്ടെ. യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ, നല്ലവൻ എനിക്ക്. ഓ, അത് ശരി. ഓക്കെ, പിന്നെ ഏത് ഭാഷയിലുള്ളത്? ഹിന്ദിയാണ്. ഓ, ഹിന്ദിയിലും അറിയാമെന്നാണ് പറയുന്നത്. ഓക്കെ, എന്നാൽ ഹിന്ദിയിലെ പാട്ടൊന്ന് കേൾക്കാം. ഓക്കെ. യേശു അച്ഛാ ഹേ, യേശു അച്ഛാ ഹേ, യേശു അച്ഛാ ഹേ, അച്ഛാ ഹേ മുझको. ഓ, അപ്പോൾ ഇനി എന്തൊക്കെ ഭാഷയിലുണ്ട്? ഒരുപാട് ഭാഷയുണ്ട്. ഓ, എല്ലാ ഭാഷയും പാടിക്കൊണ്ടിരുന്നാൽ നമുക്ക് സമയമില്ല. ആട്ടെ, യേശു നല്ലവനെന്ന് എല്ലാ ഭാഷയിലും പാടുകയാണ് അല്ലേ? അതെ അതെ. നല്ലവനായിട്ട് ഈ ഭൂമിയിൽ ആരാ ഉള്ളത്? യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും നമ്മുടെ സുഹൃത്തുക്കൾ അവരൊക്കെ എന്നും നല്ല ആളുകളാണ്. എല്ലാവരെയും ആഗ്രഹം നല്ലവരായിട്ട് തീരണം എന്നുള്ളതാണ്. ഒരിക്കൽ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരൊരുമിച്ചാണ് ജനിച്ചു വളർന്നത്, ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചു, ഒരുമിച്ച് ജോലി ചെയ്തു. എല്ലാ കാര്യങ്ങളും അവർ അന്യോന്യം പങ്കുവെക്കുമായിരുന്നു. അവർ അന്യോന്യം കരുതിയിരുന്നത് ഏറ്റവും നല്ലവരായിട്ടാണ്. ഒരിക്കൽ ഈ കൂട്ടുകാരന് ഒരുപാട് പണം സമ്മാനമായിട്ട് ലഭിച്ചു. ആ പണം വാങ്ങുവാനായിട്ട് അവരൊരുമിച്ച് പോവുക. അവരൊരുമിച്ച് പോയി സമ്മാനമൊക്കെ വാങ്ങി തിരിച്ചു വിജനമായ വഴിയിലൂടെ കടന്നു വരുന്ന വഴിക്ക് എന്താ സംഭവിച്ചതെന്നറിയാമോ? ഏറ്റവും നല്ലവനെന്ന് വിചാരിച്ച ഈ കൂട്ടുകാരൻ പണം തട്ടിയെടുക്കുവാൻ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കൊലപ്പെടുത്തി ആ പണവുമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് താൻ കടന്നുപോയി. നോക്കുക, നല്ലവനാണ്. പക്ഷേ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ നന്മ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ശരിയാണ്. എന്നാൽ യേശു കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല. അവൻ എപ്പോഴും നല്ലവനാണ്. എല്ലാ ആളുകൾക്കും അവൻ നല്ലവനാണ്. യേശു ഭൂമിയിലായിരുന്നപ്പോൾ എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ? എനിക്കറിയാം. എന്തൊക്കെ അത്ഭുതങ്ങൾ അറിയാം? യേശു കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ശരിയാണ്, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. പിന്നെയോ? കുരുടർക്ക് കാഴ്ച കൊടുത്തു. കണ്ണു കാണാത്ത ആളുകൾക്ക് കാഴ്ച നൽകി. പിന്നെയോ? മുടന്തർക്ക് സൗഖ്യം നൽകി. മുടന്തർക്ക് സൗഖ്യം നൽകി. യേശു കർത്താവ് ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു. തൻ്റെ അടുക്കൽ വന്നവർക്കെല്ലാം താൻ നല്ലവനായിരുന്നു. ഒരിക്കൽ ഒരു ധനികനായിരിക്കുന്നൊരു വ്യക്തി യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാനായിട്ട് ശ്രമിച്ചു. അദ്ദേഹം വളരെ പണക്കാരനാണ്, വളരെ വലിയ പദവിയെല്ലാം ഉണ്ട്, ഗവൺമെൻറ്റിലെ നല്ല ജോലിയൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പൊക്കം കുറവായിരുന്നു. യേശുവിൻ്റെ കൂടെ എപ്പോഴും ആളുകൾ ഉള്ളതുകൊണ്ട് തനിക്ക് യേശുവിനെ കാണാനായിട്ട് കഴിഞ്ഞില്ല.
ഇദ്ദേഹം ഓടി ഒരു മരത്തിൽ കയറി യേശു വരുന്ന വഴിയിൽ ഒളിച്ചിരുന്നു. യേശുവിനെ കാണാൻ വേണ്ടിയിട്ടാണ്. തൻ്റെ മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങളൊക്കെ ഉണ്ട്. പൊക്കം കുറവ് മാത്രമല്ല, തന്നെ ആരും സ്നേഹിക്കുന്നില്ല, നല്ലൊരു കൂട്ടുകാരനില്ല. അങ്ങനെ യേശുവിനെ കാണുവാനായിട്ട് ഈ വിചാരത്തോടുകൂടെ കാത്തിരിക്കുമ്പോൾ യേശു താനിരിക്കുന്ന മരത്തിൻ്റെ ചുവട്ടിൽ വന്ന് മേലോട്ട് നോക്കി അവനെ പേര് ചൊല്ലി വിളിച്ചു. എന്താ അവളെ പേര്? അവൻ്റെ പേര് സക്കായി എന്നായിരുന്നു. എനിക്കറിയാം. ബൈബിളിലുള്ളതല്ലേ? അതെ അതെ. സക്കായി വേഗം താഴെ ഇറങ്ങി വന്നു. ഉടനെ യേശു കർത്താവ് പറഞ്ഞെന്താണെന്നറിയാമോ? സക്കായിയെ, ഞാൻ നിൻ്റെ വീട്ടിലെന്ന് താമസിക്കാനായിട്ട് പോവുക. എത്ര നല്ലവനാണ് യേശു കർത്താവ്. ആളുകളെല്ലാം ഈ മനുഷ്യനെ ഭാവിയെന്ന് ചൊല്ലി മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. തൻ്റെ ജീവിതത്തിലെ ചില പ്രവൃത്തികളാണ് അതിന് കാരണമായി തീർന്നത്. എന്നാൽ യേശു കർത്താവ് ചെയ്തെന്താണ്? അവനോടുകൂടെ താമസിച്ച്. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു. ഈ നല്ലവനായിരിക്കുന്ന യേശു അവൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. പ്രിയ കൂട്ടുകാരെ, യേശു കർത്താവ് നല്ലവനാണ്. നമ്മുടെ മേന്മ നോക്കിയല്ല അവൻ നമ്മുടെ ഉള്ളിൽ വരുന്നത്. നമ്മുടെ തിന്മയെ മനസ്സിലാക്കി പാപത്തിൽ നിന്നും വിടുതൽ നൽകുവാൻ യേശു കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. നമുക്ക് ഏറ്റവും അടുത്ത നല്ല തുണയാണ് യേശു കർത്താവ്. ഈ നല്ലവനായ യേശുവിനെ നമ്മുടെ ജീവിതത്തിലും സ്വീകരിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. ഓക്കെ, ബൈ. നർമ്മവും നന്മയും കലർന്ന ഇന്നത്തെ കാഴ്ചകൾ ഇഷ്ടമായോ? പേനെടുക്കുക, എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഇനി പഠനത്തിന്റെയും പ്രാർത്ഥനയുടെയും കാലം. അടുത്ത ആഴ്ച കാണുന്നതുവരെ വിട.